പുതുതായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് ഒരു വാക്ക്. നിങ്ങൾ തുടങ്ങാൻ പോകുന്ന പുതിയ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു കാരണവശാലും ബാങ്ക് ലോൺ എടുത്ത് അത് തുടങ്ങാൻ ശ്രമിക്കരുത്. കാരണം പല ബാങ്കുകളും ഇപ്പോൾ പുതിയ ബിസിനസ്സുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 10 മുതൽ 16% വരെയാണ്. എഞ്ചിനീയറിംഗോ മറ്റേതെങ്കിലും കോഴ്സുകളോ കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാമെന്നുള്ള രീതിയിൽ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുക, അല്ലെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും നമ്മൾ ബാങ്കിന് സമർപ്പിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അതിനുശേഷം ബാങ്ക് ആ പ്രൊജക്ട് റിപ്പോർട്ട് പരിശോധിക്കുകയും അത് സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നതാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ അവർ ലോൺ പാസ്സാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കൊടുക്കുന്ന കൊളാട്രൽ കൃത്യമാണെന്നുണ്ടെങ്കിൽ അതിന് എഗനസ്റ്റ് ആയിട്ട് ബാങ്ക് നമുക്ക് എത്ര രൂപ വേണമെങ്കിലും ലോണായിട്ട് തരികയും ചെയ്യും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ പഠനത്തിന് ശേഷം ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ആ ബിസിനസ് നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്നാൽ എത്ര സമയം കൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്ന് നമുക്കൊരു ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. സാധാരണഗതിയിൽ ചെറുപ്പക്കാരൊക്കെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് പഠനത്തിലുള്ള എക്സ്പീരിയൻസ്, പഠനം കഴിഞ്ഞ് ബിസിനസ്സിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തവരായതുകൊണ്ട് അവർക്കത് വിജയിപ്പിച്ചെടുക്കാൻ വളരെയേറെ സമയം വേണ്ടി വരും. അപ്പൊ ഈ സമയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ നമ്മളുടെ ഈ സക്സസ് ആവുന്ന സമയം വരെ കൃത്യമായി നമുക്ക് ബാങ്കിന്റെ EMI കൃത്യമായിട്ട് അത് അടച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ട് ബാങ്കിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് നമ്മൾ പലപ്പോഴും ഈ ചെറുപ്പക്കാർ ബിസിനസ്സുകാർ സ്ട്രഗ്ലിംഗിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ഇത് തന്നെയാണ്. അവർക്ക് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് സക്സസ് ആക്കി എടുക്കാൻ വളരെയേറെ സമയം വേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്തൊക്കെ ബാങ്കിന്റെ പലിശയും ചേർത്ത് നമ്മൾ മുതൽ തിരിച്ചടച്ചുകൊണ്ടിരിക്കേണ്ട സാഹചര്യമാണ്. ഇതിന് കഴിയാതെ വരുന്നതുകൊണ്ടാണ് പല സ്റ്റാർട്ടപ്പുകളും ആദ്യത്തെ 1-2 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇല്ലാതായി നിന്നു പോവുകയോ ചെയ്യുന്നത്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, പുതുതായി തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകളിൽ 90 മുതൽ 95% വരെയും ആദ്യത്തെ 1-2 വർഷങ്ങൾക്കകത്ത് നിന്നു പോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് തന്നെയാണ്. ഒന്ന്, മാർക്കറ്റബിലിറ്റി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാതെ ബിസിനസ് തുടങ്ങുന്നതോ, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായി അത് ചെയ്യാൻ സാധിക്കാതെ വരുന്നതിന് വളരെ അധികം കാരണങ്ങളുണ്ട്. നമ്മളൊരു ബിസിനസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള മൂലധനം, പ്രത്യേകിച്ച് നമുക്ക് പലിശരഹിതമായിട്ട് കിട്ടുന്ന നമ്മുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളതോ ഉപയോഗിച്ച് ചെയ്യാൻ ആദ്യം ശ്രമിക്കണം. അതിനുശേഷം സ്ട്രഗ്ലിംഗ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ സക്സസ് ആവുന്ന സമയത്ത്, നമുക്ക് എക്സ്പാൻഷൻ ആഗ്രഹിക്കുന്ന സമയത്ത്, അന്നേരം ആ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ബാങ്കിനെ സമീപിക്കാവുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ ബിസിനസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസും കിട്ടും. അത് കൃത്യമായി തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാങ്കിനെ സമീപിച്ച് ലോൺ എടുത്ത് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലാതെ ഒരു കാരണവശാലും സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് നിങ്ങൾ വീണ്ടും പറയുകയാണ്, പലരുടെയും കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് വീണ്ടും പറയുകയാണ്, ചെറുപ്പക്കാരെ പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി ബാങ്കിനെ സമീപിക്കരുത്. ബാങ്കിനെ സമീപിക്കാതെ നിങ്ങൾ മറ്റു രീതിയിൽ കൂടെ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾ സക്സസ് ആവുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട.